ഇന്നെങ്ങനെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ 40 വോൾട്ട് വരെ കിട്ടാവുന്ന ഒരു പവർ സപ്ലൈ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായി ആദ്യം ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ, 25 വോൾട്ട് കപ്പാസിറ്റർ, ഒരു ബക്ക് കൺവെർട്ടർ, ട്രാൻസ്ഫോമർ, പിന്നെ ഒരു സ്വിച്ച്, ഫീമെയിൽ സോക്കറ്റ്, പിന്നെ ഒരു പഴയ മൾട്ടിമീറ്ററിൻ്റെ പിൻ, പിന്നെ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ IC. ശേഷം റെക്ടിഫയറിൻ്റെ AC ഇൻപുട്ടിലേക്ക് ട്രാൻസ്ഫോമറിൻ്റെ AC ഔട്ട്പുട്ട് വയർ സോൾഡർ ചെയ്യാം. ഇവിടെ പൊളാരിറ്റി വിഷയമല്ല. ഈ കാണുന്ന ഷേപ്പായിരിക്കും റെക്ടിഫയറിൻ്റെ AC ഇൻപുട്ടിന്. പിന്നെ നമ്മൾ റെക്ടിഫയറിൻ്റെ DC ഔട്ട്പുട്ടിലേക്ക് ഒരു കപ്പാസിറ്ററും ഒരു LED ലൈറ്റും പിന്നെ ഒരു ബക്ക് കൺവെർട്ടറും കണക്ട് ചെയ്യുന്നുണ്ട്. DC വോൾട്ട് ആയതുകൊണ്ട് പൊളാരിറ്റി മാറേണ്ട നോക്കണം. പിന്നെ നമ്മുടെ ബക്ക് കൺവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എല്ലാ ഔട്ട്പുട്ട് പിൻസും കണക്ട് ചെയ്യുക. ഞാൻ ഒരു ജമ്പർ വയറോടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ IC എടുത്തിട്ടുണ്ട്. അതിന് 3 കണക്ഷനാണുള്ളത്. ഒന്ന് ഗ്രൗണ്ട്, ഒന്ന് ഇൻപുട്ട്, ഒന്ന് ഔട്ട്പുട്ട്. അതിൽ നമ്മൾ റെക്ടിഫയറിൻ്റെ പോസിറ്റീവ് ഇൻപുട്ടിലേക്കും നെഗറ്റീവ് നമ്മൾ കോമൺ ഗ്രൗണ്ടിലേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഔട്ട്പുട്ട് പിൻസിൻ്റെ നെഗറ്റീവ് എല്ലാം നമ്മൾ കോമൺ ഗ്രൗണ്ടിലേക്കും പോസിറ്റീവ് പിൻസിനെ നമ്മൾ ഔട്ട്പുട്ടിലേക്കും സോൾഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് ലൈവിലേക്കാണ് ഒരു സ്വിച്ചും നമ്മളൊരു ഫ്യൂസും കണക്ട് ചെയ്യണത്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ കമ്പോണൻസും നമ്മൾ ഒരു PVC ബോർഡിലേക്ക് കണക്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ എളുപ്പത്തിൽ തുറക്കാൻ വേണ്ടി നമ്മളൊരു PVC ബോർഡ് എടുത്തിട്ട് നമ്മളത് സൈഡ് കട്ടാക്കി ഇതുപോലെ കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉപകാരപ്പെട്ടെങ്കിൽ ഫോളോ ആക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക, അല്ലെങ്കിൽ DM ചെയ്യുക. നമ്മുടെ 5 വോൾട്ട് പവർ സപ്ലൈയും അടിപൊളി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്.